ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അമ്മ രാവിലെ തന്നെ ചായക്കുള്ള കടിയൊക്കെ ഉണ്ടാക്കുക കേട്ടോ. അത് കഴിഞ്ഞ് അവിയലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചായയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളത് തലപ്പാറ സെഞ്ചുറി ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ടുണ്ട്. അമ്മയും മാമനും അച്ഛനും വലിച്ചന്മാരൊക്കെ കുറച്ച് നേരത്തെ എത്തിയിട്ടോ. ഒരുപാട് ആൾ വന്ന് നിങ്ങളെ കാണാനില്ല എന്നും പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ച് വിളിച്ചതാണ്. ഓൺ ദി സ്പോട്ടിന് ഒരു വണ്ടി വിളിച്ച് ഞങ്ങൾ വേഗം വന്ന് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിലൊരു ഓഡിറ്റോറിയം നിശ്ചയം നടക്കാൻ പോകുന്നത്. ഇനി ചിലപ്പോൾ കല്യാണം ഇവിടെ നിന്ന് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെ അലങ്കരിച്ചിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നതും. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ടുള്ള ഓഡിറ്റോറിയം പരിപാടിയാണ്. പിന്നെ ഇവളാട്ടോ ആദ്യമായിട്ട് മേക്കപ്പൊക്കെ ചെയ്തത്. ഞങ്ങൾ ഇതുവരെ മേക്കപ്പോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സാധാരണ നമ്മുടെ അമ്മമാരുടെ കല്യാണം കഴിഞ്ഞാൽ അതുപോലെയൊക്കെ കണ്ണെഴുതി പൊട്ടിട്ട് അങ്ങനെ നമ്മുടെ കല്യാണം കഴിഞ്ഞത്. അങ്ങനെ അവിടുന്ന് ഇതാ ഓരെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഫോണിലൊക്കെ ക്ഷണിച്ചു. അപ്പോൾ ക്ഷണിച്ച് അടുത്തേക്ക് കൂട്ടുകൊണ്ടപ്പോഴും ഭക്ഷണം കഴിക്കുന്ന ഹാള് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെക്കനൊക്കെ വരവേൽപ്പിച്ചു. കല്യാണത്തിൻ്റെ ഡേറ്റ് തീരുമാനിക്കാൻ രണ്ട് വീട്ടുകാരും അപ്പുറത്തെ സൈഡിലായിട്ടൊക്കെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടുത്ത വർഷം ജനുവരി 1 ഡേറ്റ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ഗുരുവായൂർ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ കല്യാണം എന്നൊരു തീരുമാനം ഉണ്ട്. എല്ലാന്ന് വെച്ചാൽ ഓഡിറ്റോറിയം ആയിരിക്കും. ഇതിൽ പെട്ടെന്ന് ഇനി ഏതാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇനി അത് ആ സമയമാകുമ്പോൾ നമ്മൾ കറക്റ്റ് ആക്കുക. അതൊക്കെ നിശ്ചയത്തിന് വെച്ചാൽ ചെറുക്കൻ്റെ പെങ്ങൾ അല്ലെങ്കിൽ പാപ്പൻ്റെ പെൺകുട്ടികൾ ആരാണുള്ളത് പെങ്ങന്മാരായിട്ട് ഓരാണ് വള ഇടുക. ആ ഒരു നിശ്ചയത്തിൻ്റെ സമയത്ത് ചെക്കൻ വരില്ല. എൻ്റെ ചേച്ചീൻ്റെ ഇതിൻ്റെ മുഴുവൻ അങ്ങനെയൊക്കെ ഇട്ടാവും കഴിഞ്ഞത്. എൻ്റെ അനിയത്തിൻ്റെ ഒക്കെ നേരെ ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാട്ടോ ചടങ്ങുകളാണ് നടന്നത്. അപ്പോൾ ഇവിടെ മോതിരമാറ്റം ഉണ്ടായിട്ട് ചെക്ക വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓനൊരു നമ്മുടെയൊക്കെ ജീവിതത്തിലെ നല്ല നല്ല ഓർമ്മകളിൽ ഓരോ ഓർമ്മയും കൂടിയാണ് നമ്മുടെ നിശ്ചയം, കല്യാണം, പെണ്ണ് കാണൽ ചടങ്ങ്, അങ്ങനെ ഓരോരോ കാര്യങ്ങളും. അതെത്ര അതിമനോഹരമാക്കുന്ന അത്രയും നമുക്ക് അതൊരു എന്താ പറയുക സ്നേഹവും ഒക്കെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇമോഷണലാവുന്നൊരു സമയമാണ്. അതുപോലെ നമ്മുടെയൊക്കെ കല്യാണം നിശ്ചയമായാലും നമ്മളത് പഴയ മോഡലായി, നമ്മുടെ മക്കളത് ഇതിലും ബെറ്ററായി നടത്താനായിട്ട് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുക. ഇതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. ഇതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നും കൂടി കല്യാണം കഴിച്ചാലോ എന്ന് തോന്നിപ്പോയി. ഇനിയിപ്പോൾ കഴിക്കാൻ പറ്റില്ലല്ലോ, രണ്ട് മക്കളുള്ളതുകൊണ്ട്. ഇനി കഴിച്ച് കഴിഞ്ഞാൽ ചെരുപ്പ് എടുത്ത് അടിക്കും. അതുകൊണ്ട് വേണ്ട. അനിയത്തിൻ്റെ കല്യാണം ഗംഭീരമാക്കണം. അതുപോലെ നിശ്ചയം ഏതായാലും ഗംഭീരമായി. കല്യാണം ഇതിലും സൂപ്പറാക്കാനായിട്ടാണ് ഭയങ്കര ആഗ്രഹം. അന്നത്തെ ഭാഗ്യം വിധി പോലെ ഇരിക്കും ഓരോ കാര്യങ്ങൾ. പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരുപാട് നല്ല വീഡിയോസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ ചെറിയ മോനെ ഒരാളെടുത്തും പോകുന്നില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ട് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത്. ഇതിൻ്റെ ഒക്കത്തായിരുന്നു. ആരുടെ അടുത്തേക്കും പോകണില്ല. എന്തിനാ ഓൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ പോകണില്ല. ഓൻ്റെ ഒരു അടുത്തു കൂടി എൻ്റെ നിഴൽ വെട്ടം തന്നെ കണ്ടാൽ മതി, അപ്പം തന്നെ ഓൻ എന്നെ നോക്കി വേഗം കരഞ്ഞാളും. പിന്നെ ഒരാളടുത്തും പോലെ എൻ്റെ അടുത്ത് തന്നെ നിൽക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് കേക്ക് മുറി അതുപോലെ ഓരോരുത്തർ ഡ്രസ്സ് കൊടുക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നേരെ വേണം അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എങ്ങനെയോ സൂം ചെയ്തിട്ടാണ് ഞാനിപ്പോൾ അവളെ കയ്യിൽ മോതിരമാറ്റവും അതുപോലെ അവൻ്റെ അമ്മ ഇടുന്ന ബ്രേസ്ലെറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തത്. വേറെ ആരെങ്കിലും കൊണ്ട് എടുപ്പിക്കാന്ന് വെച്ചാൽ ആർക്ക് കഴിഞ്ഞതുമില്ല. ഓരോരുത്തർ ഓരോ കാര്യത്തിലും പണിയിലായിട്ട് ബിസി ആയിപ്പോയി. ഈ നിശ്ചയത്തിന് ഞങ്ങൾ ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ടിട്ട് നല്ല ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയതിന് ശേഷം ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന തിരക്കിൽ എല്ലാ കാര്യങ്ങളും മറന്നുപോയിരുന്നു. ഏതായാലും ഓൻ്റെ വീട്ടിൽ നിന്ന് ഫോട്ടോഗ്രാഫർ വന്നപ്പോൾ കുറച്ച് ഫോട്ടോസായിരുന്നു എടുത്തുന്നത്. അങ്ങനെയുള്ളതൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ. ഞാൻ എവിടെയെങ്കിലും ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പോകും. ഭക്ഷണം കഴിച്ചാൽ എനിക്ക് നേരെ വീട്ടിൽ വരണം. അവനാൻ്റെ വീട്ടിലെ പരിപാടി ഇപ്പോൾ അതിനെ പറ്റിയില്ല. ഏറ്റവും ലാസ്റ്റ് എന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ബിരിയാണിയും ചില്ലി ചിക്കനും പിന്നെ സാദാ ചോറൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ. ബൈ.